ഹലോ ചേച്ചി, എന്താ വേണ്ടേ? അല്ല, ആ സ്ട്രോബെറിക്ക് എത്ര വില? ഓ അതോ, കുറഞ്ഞ വിലയുള്ളൂ ചേച്ചി, 70 രൂപയുള്ളൂ. ആഹാ, അതോളാലോ, 70 രൂപയുള്ളൂ. എന്നാ അതൊന്ന് എടുത്തോ. പിന്നെന്തിനൊക്കെ വിലക്കുറവ്, അതൊന്ന് പറ. ചേച്ചി, എല്ലാത്തിനും വില കുറവാ, എല്ലാതും വളരെ വിലക്കുറവില കൊടുക്കുന്നേ. അമ്മേ, കുറച്ചുകൂടി സ്ട്രോബെറി മേടിക്കാമോ? ഓ, അതിന്റെ കാര്യത്തിലപ്പോ കുറച്ച് കഴിച്ചാ മതി, ഭയങ്കര പുളിപ്പായിരിക്കും മക്കളെ. അതൊന്നും കുഴപ്പമില്ല അമ്മേ. വേണ്ട വേണ്ട വേണ്ട, അമ്മയ്ക്ക് എന്നുള്ളതാ, ഞാൻ എന്ത് പറഞ്ഞാലും മേടിച്ചു തരൂല. ഇങ്ങനെയാണ് പോണെങ്കിൽ എനിക്ക് ഒന്നും ഇവിടുന്ന് മേടിക്കാൻ പറ്റില്ല. എന്തായാലും ഞാന് വളയും കമ്മലൊക്കെ മേടിക്കും. കണ്ടോ കണ്ടോ ചേച്ചി, എന്താ? നമുക്ക് കുറച്ച് ബത്തക്ക എടുത്താലോ? കുറച്ചുകൂടി നല്ലതായതായിരിക്കും, ചൂടുകാലത്ത് നമുക്ക് കുടിക്കാലോ. അത് നീ പറയും ശരിയാ, വേർത്ത് വേർത്ത് കുളിച്ച് നമ്മളൊക്കെ. എന്തായാലും ബത്തക്ക വാങ്ങാം. ചേട്ടാ ചേട്ടാ, 1 കിലോ ബത്തക്ക എടുത്തോളൂ. ഓക്കേ. അല്ല ചേച്ചി, ഇത്ര മതി സാധനങ്ങളാ, എന്നാ പാക്ക് ചെയ്യട്ടെ. ഇനിയും ഒരുപാട് സാധനത്തിന് വിലക്കുറവുണ്ട് ചേച്ചി, ഓറഞ്ചിനൊക്കെ വളരെ വിലക്കുറവാ. അയ്യോ, അതൊന്നും വേണ്ട. ഇനി അടുത്ത കൊല്ലം ഞങ്ങൾ വന്ന് മേടിക്കണ്ട. അപ്പോഴും കാണിയാള്. അതിനെന്താ ചേച്ചി, എന്തായാലും ഉണ്ടാവും. എന്തായാലും ചേച്ചി ഇത്രയും വന്നതല്ലേ, ഓറഞ്ചൊക്കെ മേടിക്കുന്നേ, ഗ്രേപ്സും മേടിക്ക. ചൂടൊക്കെ അല്ലേ, കുറച്ചാ കൂളാവട്ടെന്നേ. മതി മതി മതി, നീ വല്ലാതെ കൂളാക്കണ്ട. മര്യാദക്ക് പാക്ക് ചെയ്ത് നോക്ക്. ഓക്കേ. ഇതാ മോള് ഊതി പിടിക്ക്. എന്നെ കൊണ്ടൊന്നും വയ്യ, അമ്മയ്ക്കത് കൊടുത്താൽ മതി. ഞാനേ കുറച്ച് സ്ട്രോബെറി മേടിക്കാൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് എന്തിതായിരുന്നു. അതിന് സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്താ? ഞാനേ കുറച്ചും കൂടി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സോന, എന്താ അമ്മേ, നല്ല കുട്ടിയല്ലേ, മേടിക്കാൻ നോക്കിട്ടാ. ഒരുപാട് അങ്ങ് കളിച്ചാലേ കുറച്ചേരം ഇവിടെ നിൽക്കുണ്ടാവും. എന്നാലേ അതെ പിടിക്കാൻ നോക്കിട്ടാ. ഓറഞ്ച് 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 ഓറഞ്ച്. അനക്ക് എന്റെ ശരിക്കും സ്വഭാവം അറിയാലോ? അറിയാമേ. എന്നിട്ടാണോ ഈ പരിപാടി നീ കാട്ടിയേ? ഒരു കാര്യം പറഞ്ഞുതരാം, കുറച്ചൊക്കെ സഹിക്കുമല്ലോ അമ്മ. മനസ്സിലായല്ലോ? ഒരു കടിക്ക് കയറിയിട്ടുള്ളൂ, ഇനി കുറേ കടി കയറാണ്ട്. അതുകൊണ്ട് മക്കൾക്ക് ഒരുപാട് സാധനം മേടിക്കാണ്ട്. ഫ്രൂട്ട്സ് കടയിൽ നിന്നിട്ട് അവിടുത്തെ എല്ലാ ഫ്രൂട്ട്സും മേടിച്ചാലേ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഓക്കെ അമ്മേ. ഓക്കെ അമ്മേ, നടക്കാവട്ടെ. പാവട്ടോ. എടി സോന സോന, നിനക്ക് സ്ട്രോബെറി വേണോടി? വേണം. അമ്മന്റെ അടുത്തുണ്ടെടി, പോയി ചോദിച്ചാ. കണ്ടു കണ്ടു, ദേഷ്യമൊക്കെ. എന്താടി നിനക്ക് സ്ട്രോബെറി ഒന്നും വേണ്ടേടി? ചോദിക്കേ, അമ്മ ഇപ്പൊ മേടിച്ചു തരാന്ന് പറഞ്ഞതല്ലേ നിന്നോട്? എന്താടി നിനക്ക് പിടിക്കണില്ലേ? എടി സ്ട്രോബെറി എന്ത് ടേസ്റ്റ് അറിയോ? അമ്മ വെറുതെ പറയാ, പുളിപ്പൊന്നുണ്ടാവില്ല, എല്ലാം മധുരമായിരിക്കും. ചോക്ലേറ്റ് കുത്തി കഴിക്കണം, ഇത് ടേസ്റ്റ് അറിയോ? ഇപ്പൊ അമ്മ മേടിച്ചിട്ടുള്ള 70 രൂപയ്ക്കുള്ള സ്ട്രോബെറി ഉണ്ടല്ലോ, അതെ ഒരു വായ്ക്ക് തികയൂല, അത് ഉറപ്പാ. അതുകൊണ്ട് സ്ട്രോബെറി പെട്ടെന്ന് തീരും, നിനക്കൊന്നും കഴിക്കാൻ കിട്ടൂല. മൂത്തവർക്ക് അത് കൊടുത്തതിന് ശേഷം ഏളെ കുട്ടികൾക്ക് തരും. അതെ എപ്പോഴുള്ള പരിപാടിയാ. എടി പെണ്ണെ, നിന്റെ ഈ പ്രായം കഴിഞ്ഞ ശേഷം ഞാൻ ഈ പ്രായത്തിലെത്തിയത്, അതുകൊണ്ട് തന്നെ നിനക്ക് എനിക്ക് കിട്ടാത്തത് നിനക്ക് ഇനി കിട്ടൂല. എടി നീ സഹിക്കേ, എടി സഹിക്കലടി, കരി കരി. ഓള് പറഞ്ഞാലും കാര്യമുണ്ട്. ഷോ, ഇന്നത്തെ ദിവസം അവളെന്നെ മൂഡ് ഓഫ് ആക്കി. അതെ ചേച്ചി, ഒരെണ്ണം മേടിക്കേ. അയ്യോ ചേച്ചി ചേച്ചി, കടയിലാളെത്തി, നോക്ക് നോക്ക് നോക്ക്. എന്താ വേണ്ടേ? ഇതിനൊക്കെ എത്ര വില? കുറഞ്ഞ വിലയുള്ളൂ ചേച്ചി. ഒരു കുഴപ്പമില്ലല്ലോ. എന്ത് പറ്റി ചേച്ചി? ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ല ചേച്ചി, എന്താ? പക്ഷേ അയാളെന്നെ വിളിക്കാനേ എന്താ അറിയോ, ചേച്ചി എന്ന്. എന്താ ചേച്ചി എന്നെ അടിക്കുന്നേ? പിന്നെ എന്താ ചെയ്യണം? അല്ല പിന്നെ എന്താ ചിരിക്കുന്നേ? അത് വെറുതെ ചിരിച്ചതാ ചേച്ചി. ചേച്ചി സാധനം മേടിക്കുക. അല്ല, നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നേ? എനിക്കിത് കുറെ നേരം പിടിച്ചിരിക്കാൻ തോന്നുന്നില്ല. എനിക്ക് എന്റെ സ്വഭാവം എപ്പോഴും മാറി തരാൻ പറ്റില്ല. ഏതോ വരുന്നൊരുത്തന് എന്നെ വിളിക്കുക ചേച്ചിയെന്ന്. അല്ല പിന്നെ ചേച്ചിയോ? അവനേക്കാളും ഞാൻ പ്രായമുണ്ടോ? ഒന്നില്ലെങ്കിൽ എന്റെ അച്ഛന്റെ പ്രായമുണ്ട് അദ്ദേഹത്തിന്. എന്നിട്ട് എന്നെ വിളിക്കുക ചേച്ചിയെന്ന്. അദ്ദേഹത്തിന് കണ്ണ് കാണില്ല തോന്നുന്നു, കണ്ണട വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അതായിരിക്കും ചേച്ചി, വിട്ടേക്ക്. ആണോ? എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടോ? കണ്ണ് കാണില്ല പറഞ്ഞാല്? ഒന്നില്ലെങ്കിൽ സുന്ദരിയല്ലേ? ആരാ പറഞ്ഞ ചേച്ചി സുന്ദരിയല്ലാന്ന്? ചേച്ചി അടിപൊളിയാ. പിന്നെ പെട്ടെന്ന് സാധനം മേടിച്ച് നമുക്ക് പോണം, കുട്ടികളോട് ഇരുന്നിരുന്ന് മുഷിഞ്ഞു പോകും. അതന്നെ ചേച്ചി. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ പെട്ടെന്ന് സാധനം എടുക്ക. കപ്പിന് എത്ര വില? 50 രൂപയുള്ളൂ ചേച്ചി. ഞാൻ പോവാ, നിങ്ങൾ കഴിച്ചോ. അല്ല, അവരെന്തിനാ ദേഷ്യപ്പെട്ടു പോയേ? നിങ്ങളെ പെരുമാറ്റം മോശമായതുകൊണ്ട്. അവര് ചേച്ചിയെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇത്ര യങ് ആയിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നില്ല. അയ്യോ അനിയത്തി, അയ്യോ അതാണോ? സോറി സോറി, എനിക്ക് അവരെ കണ്ടപ്പോഴേ ചെടുത്തി പോലെ തോന്നിയത്. എന്റെ ചെടുത്തി ഇതേ പൈസ ആയിരുന്നു, അതാ. എന്നാ പിന്നെ ഇതുപോലെ എല്ലാവരെയും കണ്ടിരുന്നോ? അപ്പോ കച്ചവടമേ പൂട്ടിക്കോളൂ. ഓ സാരമില്ല, പോട്ടെ, അവർക്കൊരു തെറ്റ് പറ്റിയതല്ലേ. എന്തായാലും 2 കപ്പ് എടുത്തോളൂ. ഓക്കെ ഓക്കെ, പിന്നെ അവരോട് സോറി പറയണേ, അല്ലെങ്കിൽ അവരോട് കൊണ്ടുവരുമോ? ഞാൻ എനിക്കൊരു സോറി പറയാനാ. എന്നിട്ട് വേണം സോറി ചേച്ചി എന്ന് പറയാൻ വേണ്ടിട്ടില്ലേ? വേണ്ട വേണ്ട വേണ്ട, കൂടുതൽ ഇഷ്യൂ ആയിട്ട് ഇവിടെ ഗ്ലാസ് ഒക്കെയാ പൊട്ടിക്കും, അത്രേ ഉണ്ടാവുള്ളൂ.
ചേച്ചി, ചേച്ചിക്ക് ഇതിൽ ഏതാ വേണ്ടത്? സെലക്ട് ചെയ്യൂ. മക്കളെ, നിങ്ങൾക്ക് ഏതൊക്കെ ചെരുപ്പ് വേണ്ടേ ഇപ്പൊ തന്നെ പറഞ്ഞോളിട്ടോ. ഇനിയിപ്പോ ചെരുപ്പ് നിർക്കണ്ടല്ലോ. ചേച്ചി എടുക്കണില്ലേ? ആ എടുക്കുന്നുണ്ട്. നീ എടുക്കുന്നുണ്ടാ? ആ, ഞാൻ എടുക്കുന്നുണ്ട്. അമ്മേ അമ്മേ, ആ ചെരുപ്പ് മതി അമ്മേ. ഏതാ? നീ ഇങ്ങോട്ട് വാ, കാണിച്ചതാ. ദേ ആ ബ്ലൂ കളർ. ഇതാണോ മോളെ? ആ, അതന്നെ എടുത്തൂടെ. ഹായ്, നല്ല ഭംഗിയുള്ള ചെരുപ്പ്. എനിക്ക് ഒത്തിരി ഇഷ്ടായി. അതെ അമ്മേ. വേറെ ആർക്കെങ്കിലും ചെരുപ്പൊക്കെ വേണോ? എനിക്ക് വേണമേ. ആ, എന്നാ എടുത്തൂടെ. ആ ഏതാ വേണ്ടേ? അമ്മേ എനിക്ക് വേണമേ. അതിനെന്താ എടുത്തോളൂ. പിങ്കി പിങ്കി പിങ്കി, അത് നോക്ക്. കണ്ടു. എല്ലാരും അവരിവിടെ വന്നല്ലേ? അതെന്നെ. അവർക്കിട്ടാ ഒരു പണി കൊടുക്കണ്ടേ പിങ്കി? അതെ. എന്താ പണി കൊടുക്കാൻ നമുക്ക്? അതൊക്കെ റോസയോട് ചോദിച്ചോക്കാം, ഓളേക്കിലുണ്ടാവും. എന്നാ പിന്നെ റോസിയോട് ചോദിച്ചോക്കാം. അയ്യോ ഇത് കണ്ടിട്ട് കൊതിയാവുക. നീ പറഞ്ഞത് ശരിയാ രുദ്ര. എന്ത് കൊതിയേറിയിട്ടുള്ള സാധനങ്ങളാലേ. ഇതുവരെ വിശപ്പില്ലായിരുന്നു, ഇത് കണ്ടപ്പോ വിശപ്പുണ്ടായ പോലെ തോന്നുക. അതന്നെ. ചേച്ചി മേടിക്കുന്നേ. ആ, മേടിക്കാം. ആ, എന്തൊക്കെയാ വേണ്ടത്? പലതരം പൊരികളൊക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും കഴിച്ചോളൂ. അമ്മേ, പാനിപൂരിയുടെ ചോദിച്ചോക്ക്. പാനിപൂരിയോ? അതെന്താ സാധനം? ഓ, എന്റെ അമ്മേ, അത് ചോദിച്ചോക്കിയേ, വരുമ്പോ കാണാലോ. ഓക്കേ. ആ, ചേട്ടാ പാനിപൂരി ഉണ്ടോ? ആ, ഉണ്ടല്ലോ. അതിനെത്ര വില? എന്തുവാ അമ്മേ ഇത്? അതിനെത്ര വിലയൊന്നും ഉണ്ടാവൂല. നമ്മളെ കയ്യിൽ എത്ര വലുപ്പം ഉണ്ടാവും, അതിന്റെ വില കൂടി ചോദിച്ചിട്ട് ആ നാണം കെടുത്തല്ലേ. അതിനിപ്പോ എന്താണ് പ്രശ്നം? നമ്മള് വിലയല്ലേ ചോദിക്കണേ? ഓ, വിലയൊക്കെ ചോദിക്കാം. പക്ഷേ പാനിപൂരി ചെറിയ സാധനം അമ്മേ, അതിനത്രയൊന്നും വില ഉണ്ടാവൂല. അമ്മ മേടിക്കുക. അല്ല, ആർക്കൊക്കെ വേണം? ഓരോരുത്തർക്ക് ഓരോന്ന് എടുക്കട്ടെ. ആ, എടുക്കമ്മ അങ്ങോട്ട്. ചേട്ടാ, എന്നാലേ 7 പാനിപൂരി എടുത്തോളൂ. ഓക്കേ. പിടിക്കൂ. ഇതെന്തത്? പാനിപൂരിയാണ് മാഡം. ഇതാണ് ഈ പറഞ്ഞ പാനിപൂരി? അതെ അമ്മേ. ഓ, ധൈര്യം. ഞാൻ വിചാരിച്ചു വലിയെന്തോ സാധനമാണെന്ന്. ഇതാണ് പാനിപൂരി. അമ്മ ഇതിനു മുന്നേ കഴിച്ചിട്ടില്ലല്ലോ. അതാണ് അമ്മയ്ക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയാത്തോ, ഇതുവരെ കാണാത്തതൊക്കെ. ആണോ? എന്നാ പിന്നെ ഇത് കഴിച്ചിട്ടെന്നെ കാര്യം. നല്ല ഉഗ്ര ടേസ്റ്റ് ആണ് അമ്മേ. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഓ, അതെ മാഡം, ഒരുപാട് ആളുകൾ തിരക്കുന്ന സാധനമാണ് ഈ പാനിപൂരി. നല്ല ചെലവുണ്ട്. ആഹാ. എന്തേ എല്ലാരും അവിടെ നിക്കണേ? വരി. നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ, എന്ത് രുചിയാ ഇത്. അമ്മേ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മേ. അമ്മ കുറച്ചും കൂടി മേടിക്കോ? നീ പറഞ്ഞതിൽ കാര്യമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ മേടിക്കാൻ പറയാമേ. ചേച്ചി ഒരു പ്ലേറ്റ് കൂടി മേടിക്കാമോ? ഞാൻ പറയാൻ നിൽക്കേനെ, ഒരു പ്ലേറ്റ് കൂടെ മേടിക്കാനേ. ഇന്ന് നല്ല കച്ചവടം ഉണ്ടാവും. എന്നാ പിന്നെ ഒരു പ്ലേറ്റ് കൂടി എടുത്തോളൂ. ഓക്കേ. അമ്മേ, എനിക്കൊരു പ്ലേറ്റ് തരുമോ ഫുൾ ആയിട്ട്? എനിക്ക് മാത്രമേ തന്നാലേ ഇവിടെ ബാക്കിയുള്ളവർക്ക് വേണ്ടേ. എന്താ അമ്മേ, ഒരു പ്ലേറ്റ് ഒക്കെ പെട്ടെന്ന് തീരും. എന്നാ പിന്നെ ഒരു പ്ലേറ്റ് കൂടി മേടിക്കാലേ. ചേട്ടോയ്, ഒരു പ്ലേറ്റ് കൂടി എടുത്തോളൂ. ടോട്ടല് 2 പ്ലേറ്റ്. ഓക്കേ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോവാം. അമ്മേനെ കൂട്ടിയിട്ടില്ലല്ലോ. പിന്നെ ചേട്ടനി. അതെ, ചേട്ടൻക്ക് ലഡുവും ജിലേബി നല്ല ഇഷ്ടാ, അതൊന്ന് മേടിക്കണേ. അതിനെന്താടി മേടിക്കാലോ. ഓ, തിന്നു മരിക്കും.